സ്നേഹമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം. 148 ഖണ്ഡികയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 148 വചനമായി 41 ഖണ്ഡികയാണ്. അതിൻ്റെ ഉപവകുപ്പുകളായ 494 കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത്. ആ 494 വളരെ ക്ഷേമമായിരുന്നു. അത് നിന്റെ വാക്ക് പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്നതാണ്. നിന്റെ വാക്ക് പോലെ എന്നിൽ സംഭവിക്കട്ടെ. ഇത് ശരിക്കും നമ്മുടെ ജീവിതത്തിലെ വളരെയധികം പിടിച്ച് കുലുക്കേണ്ട ഒരു കാര്യമാണ്. നിന്റെ വാക്ക് പോലെ എന്നിൽ സംഭവിക്കട്ടെ. ദൈവം നമ്മളെ എന്തിന് സൃഷ്ടിച്ചു? ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. ആ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ച നമ്മുടെ ജീവിതത്തെ എങ്ങനെ ദൈവം നയിക്കുന്നു? തൻ്റെ വചനത്താലും തൻ്റെ ആത്മാവിനാലും. അപ്പോൾ തൻ്റെ വചനം, ദൈവവചനം ദൈവം തന്നെയാണെന്നും അത് നമ്മുടെ അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്, അവ എൻ്റെ ഹൃദയത്തിന് ആനന്ദമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിൻ്റെ അടുത്തത് 2617 ഖണ്ഡികയാണ്. അപ്പോൾ മറിയത്തിൻ്റെ വിശ്വാസം, മറിയത്തിൻ്റെ പ്രാർത്ഥന. മറിയം വചനത്തിന് നൽകിയ ആ വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരം, അതാണ് വിശ്വാസത്തിൻ്റെ അനുസരണം. ഇനി വിശ്വാസിയുടെ പ്രാർത്ഥന, ഇതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മളും ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരിക്കേണ്ട പുതിയ മാനങ്ങൾ നമ്മൾ പഠിച്ചു വരികയാണ്. നമ്മൾ ഈ ഇടയിലെല്ലാം പഠിച്ചു. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം 2617 സമയത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ പ്രഭാതത്തിൽ മറിയത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് വെളിപ്പെടുത്തപ്പെടുന്നു. പ്രൈസ് ദ ലോർഡ്. സമയത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ പ്രഭാതത്തിൽ മറിയത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് വെളിപ്പെടുത്തപ്പെടുന്നു. ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തിനും പരിശുദ്ധാത്മാവിൻ്റെ വർഷിക്കലിനും മുൻപ് മംഗളവാർത്തയിൽ ക്രിസ്തുവിനെ ഗർഭം ധരിക്കുന്നതിനും പന്തക്കുസ്താ ദിനം അവിടുത്തെ ശരീരമായ സഭയെ രൂപപ്പെടുത്തുന്നതിനും വേണ്ടി ലൂക്ക 1:38, അപ്പോസ്തലപ്രവർത്തനം 1:14, ഇവിടെയെല്ലാം ആ മംഗളവാർത്തയിൽ മാതാവ് എങ്ങനെ അതിനെ സ്വീകരിച്ചു. അതോടൊപ്പം അപ്പോസ്തലപ്രവർത്തനം 1:14 മാതാവ് അപ്പോൾ ഇവിടെ യേശുവിനെ ഗർഭം ധരിക്കുന്നു. അവിടെ 9 ദിവസം അപ്പോസ്തലന്മാരോടൊപ്പം ഒരു ഹൃദയമായി അപ്പോസ്തലപ്രവർത്തനം 1:14 അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ സഭയെ പ്രസവിക്കുന്നു. സഭ പുറത്തു വരുന്നു. പന്തക്കുസ്താ ദിനം അപ്പോഴാണ് സഭ ജനിച്ചത്. സഭയുടെ ജനനമാണ് അവിടെ. ക്രിസ്തുവിനെ ഗർഭം ധരിക്കുന്നതിനും പന്തക്കുസ്താ ദിനം അവിടുത്തെ ശരീരമായ സഭയെ രൂപപ്പെടുത്തുന്നതിനും വേണ്ടി പിതാവിൻ്റെ ദയാപദ്ധതിയോട് മറിയത്തിൻ്റെ പ്രാർത്ഥന അതുല്യമാം വിധം സഹകരിച്ചു. പിതാവിൻ്റെ ദയാപദ്ധതിയോട് മറിയത്തിൻ്റെ പ്രാർത്ഥന അതുല്യമാം വിധം സഹകരിച്ചു. ദൈവത്തിൻ്റെ ദാനത്തിന് അവിടുത്തെ വിനീതദാസിയുടെ വിശ്വാസത്തിൽ അവിടുന്ന് സമയത്തിൻ്റെ ആരംഭം മുതൽ കാത്തിരുന്ന സ്വീകരണം ലഭിച്ചു. ദൈവത്തിൻ്റെ ദാനത്തിന്
അവിടുത്തെ വിനീത ദാസിയുടെ വിശ്വാസത്തിൽ അവിടുന്ന് സമയത്തിൻ്റെ ആരംഭം മുതൽ കാത്തിരുന്ന സ്വീകരണം ലഭിച്ചു. സമയത്തിൻ്റെ ആരംഭം മുതൽ കാത്തിരുന്നത് എന്തായിരുന്നു? സമയത്തിൻ്റെ പൂർണ്ണത ഉണ്ടാകാൻ. സമയത്തിൻ്റെ പൂർണ്ണത എന്നത് നിത്യമായ ആ സമയം മനുഷ്യരിൽ വന്ന് വസിക്കുന്ന, അങ്ങനെ മനുഷ്യരുടെ സമയം നിത്യതയിലേക്ക് ആക്കുക എന്നതാണ്. അതാണ് സമയത്തിൻ്റെ പൂർണ്ണത. ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ നമ്മൾ പല പ്രാവശ്യം ഇത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ എവിടെയോ നമ്മൾ കേട്ടു. ഞാനതിൽ പറഞ്ഞു, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രബോധനത്തിൽ മനുഷ്യാവതാരത്തിലൂടെ യേശു മനുഷ്യനായി അവതരിച്ചതിലൂടെ മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ സമയത്തെ അനന്തതയിലേക്ക് മാറ്റി, അനന്തമായി. നമ്മുടെ സമയം വ്യക്തി മാത്രമല്ല, മനുഷ്യവംശം, the humanity is now in eternity. ഈ ഹ്യൂമാനിറ്റി, ഈ മനുഷ്യവംശത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവെ, ആ മനുഷ്യവംശത്തെ മുഴുവനും അങ്ങയുടെ മനുഷ്യാവതാരത്തിലൂടെ അങ്ങ് നിത്യതയിലേക്ക് മാറ്റി. ഇതൊന്ന് വിശ്വസിക്കൂ. നമ്മൾ നോക്കുമ്പോൾ മനുഷ്യവംശത്തിൻ്റെ വികലമായ ഒരുപാട് കാര്യങ്ങളാണ് കാണുന്നത്. ആ വികലമായവ ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കിത് മനസ്സിലായിട്ടില്ല. അവർക്ക് ഈ രഹസ്യം മനസ്സിലായിട്ടില്ല. നമ്മൾ മനസ്സിലായിട്ടുള്ളവർ അത് വിശ്വസിക്കണം. ഈ വികലമായ അവസ്ഥകൾ എന്തു തന്നെയായാലും അതിനെല്ലാം മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ പ്രസാദപരം അവരിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കസ്തൂരി അന്വേഷിച്ച് ഓടുകയാണ്. പക്ഷേ കസ്തൂരിമാൻ്റെ തലയിൽ തന്നെയാണ് കസ്തൂരി ഇരിക്കണമെന്ന് അതിനറിയില്ല. ഇതുപോലെയാണ് മനുഷ്യരുടെ എല്ലാം പരക്കം പാച്ചിൽ. അവൻ എന്തിനോ വേണ്ടി ഓടുന്നു, എന്നാൽ അവൻ എന്തിനെയാണോ ലക്ഷ്യം വയ്ക്കുന്നത്, ആനന്ദമായ ആ ഒരവസ്ഥ അവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. प्यासा हिरन जैसे ढूंढे है जल को, वैसे प्रभु मैं टूटे गोज रहा. ദാഹിക്കുന്ന മാൻപേടയെ പോലെ ഞാൻ ഓടുന്നു എന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ പിതാവിൻ്റെ ആ ദയാപദ്ധതിയോട് മറിയത്തിൻ്റെ പ്രാർത്ഥന അതുല്യമാം വിധം സഹകരിച്ചു. നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ പദ്ധതിയും തമ്മിൽ ഒന്നാകുകയാണെങ്കിൽ, ഇതാണ് ആ വചനം. ഏതാണത്? 1 യോഹന്നാൻ 5:14 1 യോഹന്നാൻ 5:14 ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ 1 യോഹന്നാൻ 5:14 ഐ ഗോട്ട് ഇറ്റ്. അവിടുത്തെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്കതിനുള്ള ഉറപ്പ്. എന്നിട്ട് അടുത്ത് 15 പറയും, നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നെന്നും നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം. അതാണ്, നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതേൻ്റെ അവസ്ഥയിലാണ് നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന് ചിന്തിക്കേണ്ടത്. ദൈവത്തിൻ്റെ ഹിതം ഇതാണ് എന്ന് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാകുന്ന അവസ്ഥ. അതാണ് ഇവിടെ പറയുന്നത്. പിതാവിൻ്റെ ദയാപദ്ധതിയോട് മറിയത്തിൻ്റെ പ്രാർത്ഥന അതുല്യമാം വിധം സഹകരിച്ചു. അതാണ് മറിയത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത. നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്, ധാരാളം പ്രാർത്ഥിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണോ?
അവിടെയാണ് നമ്മളൊരു മൽപ്പിടുത്തം നടത്തണം. അത്രയും മൽപ്പിടുത്തം നടത്തേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവിടെ വളരെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു വലിയ ആനന്ദത്തിൻ്റെ അനുഭവമായിരിക്കും അത്. മൽപ്പിടുത്തം വേണമായിരിക്കാം, അത് നമ്മുടെ അവസ്ഥ കൊണ്ടാണ്. നമ്മൾ അത് ദൈവത്തിൻ്റെ ഹിതമാണ്, പക്ഷേ എനിക്കത് പറ്റണില്ല, എനിക്കത് പോരാ, എനിക്ക് അതിലും കൂടുതൽ വേണം. അവിടെയാണ് മൽപ്പിടുത്തം നടക്കുന്നത്. പക്ഷേ പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല. അതാണ് നമ്മൾ കുറേ കൂടി സാവകാശം വേണം. ദൈവത്തിൻ്റെ പദ്ധതിയെ അറിയണം. ദൈവത്തിൻ്റെ പദ്ധതിയോട് നമ്മൾ സഹകരിക്കണം. അപ്പോൾ ചിലവരിങ്ങനെ പറഞ്ഞു, ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് ദൈവം എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, എന്ത് ദൈവമാണ് നീ, പോയില്ലേ? അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മൾക്ക് എത്ര ശുഷ്കിച്ചതാണ്. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ദൈവം എനിക്കൊന്നും ചെയ്തില്ല. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് തന്നെ എന്തോ ഒരു വികലമാണ് നമുക്കില്ലേ. വാസ്തവത്തിൽ ദൈവം നല്ലൊരു കാര്യം, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും നിനക്ക് ദൂഷ്യമായതാണ് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിനക്ക് കിട്ടിയാൽ നിനക്ക് ദൂഷ്യമാകും. അതുകൊണ്ടാണ് നിനക്ക് ഞാൻ തരാത്തത്. അത് മനസ്സിലാക്കാൻ വർഷങ്ങളെടുക്കും. ചിലപ്പോൾ കുറേ വർഷങ്ങൾ, അയ്യോ അതങ്ങനെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ദൈവമേ, നന്നായി അത് കിട്ടാഞ്ഞത് എന്ന് പിന്നീട് നമ്മൾ പറയും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ മറിയത്തിൻ്റെ പ്രാർത്ഥന പോലെ ആകണം. എന്താണ് മറിയത്തിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത? ഇതായിരുന്നു, പിതാവിൻ്റെ ദയാപദ്ധതിയോട് മറിയത്തിൻ്റെ പ്രാർത്ഥന അതുല്യമാം വിധം സഹകരിച്ചു. ദൈവത്തിൻ്റെ ദാനത്തിന് അവിടുത്തെ വിനീതദാസിയുടെ വിശ്വാസത്തിൽ അവിടുന്ന് സമയത്തിൻ്റെ ആരംഭം മുതൽ കാത്തിരുന്ന സ്വീകരണം ലഭിച്ചു. ദൈവത്തിൻ്റെ ദാനത്തിന് അവിടുത്തെ വിനീതദാസിയുടെ വിശ്വാസത്തിൽ അവിടുന്ന് സമയത്തിൻ്റെ ആരംഭം മുതൽ കാത്തിരുന്ന സ്വീകരണം ലഭിച്ചു. സർവശക്തൻ കൃപാവരപൂർണയാക്കി തീർത്ത അവൾ, അതാണ് മറിയത്തിൻ്റെ മാതാവ് മറിയം ജനിച്ചപ്പോൾ തന്നെ അവളെ കൃപാപൂർണയാക്കി, അമലോത്ഭവയാക്കി, കൃപാപൂർണയാക്കി തീർത്ത ആ സർവശക്തൻ അവൾ തൻ്റെ സമ്പൂർണ്ണ അസ്തിത്വവും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് മറുപടി പറയുന്നു. തൻ്റെ സമ്പൂർണ്ണ അസ്തിത്വം, അതാണ് ആ കൃപാപൂർണതയുടെ പ്രത്യേകത. നമ്മൾ കൃപാപൂർണമാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, കർത്താവേ ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ്, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്, എനിക്ക് എൻ്റേതായിട്ടൊന്നുമില്ല. എന്നെ നീ സൃഷ്ടിച്ചു, നീ ജ്ഞാനസ്നാനത്തിലൂടെ കൃപാപൂർണനാക്കി, നീ സ്ഥൈര്യലേപനത്തിലൂടെ എന്നെ അഭിഷേകം ചെയ്തു, വിശുദ്ധ കുർബാനയിലൂടെ നിന്നെ തന്നെ പൂർണ്ണമായി എനിക്ക് നൽകിയിരിക്കുന്നു. ഞാൻ നിൻ്റേതാണ്. ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി. അതാണ് സർവശക്തൻ കൃപാപൂർണയാക്കി തീർത്ത അവൾ തൻ്റെ സമ്പൂർണ്ണ അസ്തിത്വവും അവിടുത്തെ സമ്പൂർണ്ണ അസ്തിത്വവും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് മറുപടി പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വാക്കനുസരിച്ച് എന്നിൽ ഭവിക്കട്ടെ. അത് ഭവിക്കട്ടെ എന്നതാണ് ക്രിസ്തീയ പ്രാർത്ഥന. അതാണ് പ്രാർത്ഥന. അത് ഭവിക്കട്ടെ. ഏത് ഭവിക്കട്ടെ? കർത്താവ് എന്താണോ പദ്ധതി ചെയ്തിരിക്കുന്നത് അത് ഭവിക്കട്ടെ. അതാണ് നമ്മുടെ പ്രാർത്ഥന. എനിക്കത് വേണം, ഇത് വേണം, ഇത് വേണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, പക്ഷെ അത് ദൈവഹിതമല്ല. പക്ഷെ എങ്കിലും ഞാൻ ഇത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എനിക്കങ്ങ് തന്നേ തീരൂ. അതല്ല പ്രാർത്ഥന.
കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി പദ്ധതി ചെയ്തിരിക്കുന്ന അത് എന്നിൽ ഭവിക്കട്ടെ, അത് ഭവിക്കട്ടെ. അതെടുത്ത് പറയാണ് ഇവിടെ, അത് ഭവിക്കട്ടെ എന്നതാണ് ക്രിസ്തീയ പ്രാർത്ഥന. പൂർണ്ണമായും ദൈവത്തിൻ്റേതായിരിക്കുക, എന്തെന്നാൽ അവിടുന്ന് പൂർണ്ണമായും നമ്മുടേതാണ്. പ്രൈസ് ദ ലോർഡ്. അവിടുന്ന് 100% നമുക്ക് നൽകിയിരിക്കുന്നു. പക്ഷെ നമുക്ക് കിട്ടിയോ? നമുക്ക് ഉറപ്പില്ല നമുക്ക് കിട്ടിയതായിട്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ 100% അങ്ങോട്ട് കൊടുത്തിട്ടില്ല. അതെ, താൻ പാതി ദൈവം പാതിയാണ്. മനസ്സിലായിട്ടുണ്ടോ? ഇതെല്ലാം ദൈവം എന്ന് പറഞ്ഞ് രാവകലില്ലാണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് നടന്നാൽ പോരാ. താൻ പാതി ദൈവം പാതിയാണ്. ഇതല്ലേ നമ്മൾക്ക് ചുറ്റും കേൾക്കണത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അർത്ഥം. നമ്മൾ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യണം, അതൊക്കെ നടക്കും. പക്ഷേങ്കിലും നമ്മുടെ ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വാക്കനുസരിച്ച് എന്നിൽ ഭവിക്കട്ടെ, അത് ഭവിക്കട്ടെ എന്നതാണ് ക്രിസ്തീയ പ്രാർത്ഥന. അപ്പോൾ നമ്മൾ ഈ കർത്താവിൻ്റെ മാലാഖെല്ലാം ചെല്ലുമ്പോൾ ഇത് വല്ലതൊക്കെ വിചാരിച്ചുകൊണ്ടാണ്, പിള്ളേരെ സമയമായിടാ, പ്രാർത്ഥിക്കടാ, കർത്താവിൻ്റെ മാലാഖ ചെല്ലടാ, കർത്താവിൻ്റെ മാലാഖ ചോദിച്ചാൽ ധരിച്ചു കർത്താവിൻ്റെ ആസീനവനെ കൊല്ലാട്ടെ എന്ന് പറഞ്ഞാൽ കർത്താവിനോട്. നമ്മുടെ പ്രാർത്ഥനയിൽ വളരെ വ്യത്യാസം വരാനുണ്ട് സ്നേഹമുള്ളവരെ. ഒന്നാമത്, ഈ ഉൾക്കാഴ്ചയോടെ ഇത്രയും വലിയ രഹസ്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ അനന്തതയെക്കുറിച്ച്, അതിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ തന്നെ കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിലാകട്ടെ. ഇത് തന്നെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ കുടുംബം, ഇതാ കർത്താവിൻ്റെ മക്കൾ, അങ്ങയുടെ വചനം പോലെ ഞങ്ങളിൽ സംഭവിക്കട്ടെ. അങ്ങയുടെ വചനം പോലെ ഞങ്ങളിൽ സംഭവിക്കട്ടെ. അങ്ങയുടെ ഹിതം പോലെ ഞങ്ങളിൽ സംഭവിക്കട്ടെ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണേ. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനയിൽ ഒരു പ്രധാന രഹസ്യം ഇതാണ്. ദൈവം നമ്മളെക്കുറിച്ചെല്ലാം പദ്ധതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന പദ്ധതി നമ്മൾ നടക്കുന്നില്ല, അതാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ പ്രയാസം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്, നമ്മൾ മറിയത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് വളരെ ഇഷ്ടമാണ്. നമ്മൾ കൊന്ത ചൊല്ലുന്നു, നമ്മൾ നോയന ചൊല്ലുന്നു, നമ്മളൊരുപാട് മാതൃഭക്തരാണ്. എന്നാൽ അതിൽ ഇനി ഉണ്ടാകേണ്ട ഒരു ഇമ്പ്രൂവ്മെൻ്റ്, ഒരു ഭേദഗതി ഇതാണ്. നമ്മുടെ ഹിതമനുസരിച്ചുള്ള കാര്യം നടക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന പദ്ധതി നമ്മളിലും, നമ്മുടെ ജീവിത പങ്കാളിയിലും, നമ്മുടെ കുടുംബത്തിലും, നമ്മുടെ സഭയിലും പൂർത്തിയാകണേ. അപ്പോൾ ഇവിടെ പറയാണ്, അത് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എന്ത് ഭവിക്കട്ടെ? കർത്താവേ, അങ്ങയുടെ വചനം പോലെ, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അത് ഭവിക്കട്ടെ. എന്നിട്ട് അടുത്ത അവസാനത്തെ വാക്യതാണ്, വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അത് ഭവിക്കട്ടെ എന്നതാണ് ക്രിസ്തീയ പ്രാർത്ഥന. തുടർന്ന് പറയുകയാണ്, പൂർണ്ണമായും ദൈവത്തിൻ്റേതായിരിക്കുക, എന്നാൽ ദൈവം പൂർണ്ണമായും നമ്മുടേതാണ്. നാം പൂർണ്ണമായും ദൈവത്തിൻ്റേതായിരിക്കാൻ വിട്ടുകൊടുക്കുക. ഓ ദൈവമേ, നീ എന്നെ സൃഷ്ടിച്ചു, എന്നെപ്പോലെ വേറൊരാളെ നീ സൃഷ്ടിച്ചിട്ടില്ല.
ഈ മതബോധന ഗ്രന്ഥത്തിൻ്റെ ആദ്യത്തെ സെൻറ്റൻസ് എന്താണ്? നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അനന്തഗുണസമ്പന്നനായ ദൈവം തൻ്റെ ദൈവത്വത്തിൽ പങ്കുകാരാക്കാൻ നമ്മളെ സൃഷ്ടിച്ചു. He created us to make us share in his own blessed life. അതാണ് വലിയ കാര്യം നമ്മളിൽ ഉണ്ടാകേണ്ടത്. നമ്മളത് ഒന്നുകൂടി വീണ്ടും വീണ്ടും ചിന്തിക്കണം. എന്തിന് ദൈവം എന്നെ സൃഷ്ടിച്ചു? എന്തിന് ദൈവം എന്നെ സൃഷ്ടിച്ചു? അതെന്താണോ അത് എന്നിൽ സംഭവിക്കട്ടെ. ദൈവം എന്നെ സൃഷ്ടിക്കുക മാത്രമല്ല, ദൈവം ദൈവത്തെ തന്നെ എനിക്ക് നൽകിയിരിക്കുന്നു. പകുതിയല്ല നൽകിയിരിക്കുന്നത്, പൂർണ്ണമായി നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ഉറവിടം തന്നെ എന്നിലേക്ക് നൽകിയിരിക്കുന്നു. ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയണതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്. കാരണം അത് നമ്മളുടെ യുക്തിക്ക് നിരക്കാത്തതാണ്. നമ്മുടെ യുക്തിയിൽ അത് കയറുന്നില്ല എന്ത് ചെയ്താലും. കാരണം അത്രയ്ക്ക് വലിയൊരു കാര്യമാണത്. അത്രയ്ക്ക് വലിയൊരു കാര്യമാണ്. നമ്മളിൽ കയറാത്തത് നമ്മുടെ മക്കളിൽ കയറുമോ? അപ്പോൾ അത് കയറിയാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടോ? ദൈവം മുഴുവനായി നമ്മൾക്ക് തന്നിരിക്കുന്നു. പക്ഷെ നമുക്കൊരനുഭവമില്ല. എന്തുകൊണ്ടാണ്? നമ്മളതിന് മുഴുവനായി പ്രത്യുത്തരം കൊടുത്തിട്ടില്ല. നമ്മൾ അങ്ങോട്ടേക്ക് പ്രത്യുത്തരം കൊടുക്കണം. നമ്മൾ പൂർണ്ണമായി 100% ഞാൻ കർത്താവിൻ്റേതാണ്, കർത്താവേ യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. കാരണം ഞാൻ പൂർണ്ണമായിട്ട് നിൻ്റേതാണ്. വരുവിൻ, നമുക്കൊന്ന് സ്വതന്ത്രമായി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഒറ്റ പ്രാർത്ഥന. ദൈവമേ, ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാണ്. അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതി എന്നിൽ സംഭവിക്കട്ടെ. ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം ഞാൻ പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി. അങ്ങയുടെ വചനം പോലെ എന്നിൽ പൂർത്തിയാകട്ടെ. അപ്പോൾ ഇത് ആ ഒരു നിമിഷത്തിൽ മാതാവ് പ്രാർത്ഥിച്ചത് മാത്രമല്ല, അതാണ് ഇവിടെ പറയുന്നത്. മാതാവിൻ്റെ എപ്പോഴുമുള്ള പ്രാർത്ഥന ഇതായിരുന്നു, അങ്ങയുടെ പദ്ധതി എന്നിൽ പൂർത്തിയാകട്ടെ, അങ്ങയുടെ വചനം എന്നിൽ പൂർത്തിയാകട്ടെ. വരും നമുക്കൊരിക്കൽ കൂടി നമ്മളെ അങ്ങ് പൂർണ്ണമായിട്ട് കൊടുക്കൂ. കാരണം ദൈവം പൂർണ്ണമായിട്ട് നമ്മളിലേക്ക് വന്നിരിക്കുന്നു. ദൈവം പൂർണ്ണമായിട്ട് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് നമ്മളിൽ വന്ന് വസിക്കുന്നു. ദൈവം പൂർണ്ണമായിട്ട് മനുഷ്യനായി അവതരിച്ച് മനുഷ്യനോടൊപ്പം വന്നിരിക്കുന്നു. ഇനി അടുത്തത് 148 കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് 506 ഖണ്ഡികയാണ്. 506 ഖണ്ഡിക അത് മറിയത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മറിയത്തിൻ്റെ പ്രാർത്ഥനാ രീതി നമ്മളിങ്ങനെ വിചാരിക്കരുത്. നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് മാലാഖ പറഞ്ഞപ്പോൾ മാത്രമാണ് മറിയം ഇത് പറഞ്ഞത്. അങ്ങനെയല്ല. മറിയത്തിൻ്റെ ജീവിതം മുഴുവനും ഈ ഒരു പ്രാർത്ഥനയാണ്. അങ്ങയുടെ ഹിതം, അങ്ങയുടെ വചനം എന്നിൽ പൂർത്തിയാകട്ടെ. അതാണ് അതിൻ്റെ സാരാംശം. അങ്ങയുടെ ഹിതം എന്നിൽ പൂർത്തിയാകട്ടെ. അതാണ് മറിയത്തിൻ്റെ ആ നിർമ്മലതയും മറിയത്തിൻ്റെ സമർപ്പണത്തിൻ്റെ എല്ലാം. സമർപ്പണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. നമ്മുടെ ഹിതങ്ങളെല്ലാം ദൈവത്തിൻ്റെ ഹിതത്തിനോട് യോജിപ്പിക്കുമ്പോഴാണ് അതിനെല്ലാം ഒരു മഹത്വം ഉണ്ടാകുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇത് ഇനി 506 ഖണ്ഡിക വളരെ വിശേഷമാണ്. ഇത് എന്ത് രസമാണെന്നറിയോ? മറിയത്തിൻ്റെ കന്യാത്വം സംശയത്താൽ കലുഷിതമാകാത്ത, അതാണ് സംശയത്താൽ കലുഷിതമാകാത്ത. അത് ഇൻവെർട്ടഡ് കോമയിലാണത്. അവളുടെ വിശ്വാസത്തിൻ്റെയും ദൈവേഷ്ടത്തിന് അവൾ നൽകുന്ന അവിഭക്തമായ ആത്മാർപ്പണത്തിൻ്റെയും അടയാളമാണ്. 168 അത് ലൂമൻ ജൻഷ്യത്തിൽ നിന്നാണ്.
ലൂമൻ ജെർഷ്യം. അതോടൊപ്പം 1 കൊരിന്ത്യസ് 7:34-35 അവൻ്റെ താത്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരുന്നു. അവിവാഹിതയായ സ്ത്രീയെ കന്യകയും ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായി കർത്താവിൻ്റെ കാര്യങ്ങളിൽ തത്പരരാണ്. വിവാഹിതയായ സ്ത്രീ ആകട്ടെ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ താപ്താണ്. അതാണ് ആ അവിഭക്ത. തൻ്റെ താല്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ താല്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അവിവാഹിതയായ സ്ത്രീയും കന്യകയും ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായി കർത്താവിൻ്റെ കാര്യങ്ങളിൽ താല്പര്യമാണ്. അതാണ്. അപ്പോൾ കന്യക എന്നുള്ള നിലയ്ക്ക് അവൾ കർത്താവിൻ്റെ കാര്യത്തിൽ മാത്രം താല്പര്യമാണ്. മറിയത്തിൻ്റെ കന്യകാത്വം സംശയത്താൽ കലുഷിതമാകാത്ത അവളുടെ വിശ്വാസത്തിൻ്റെയും ദൈവേഷ്ടത്തിന് അവൾ നൽകുന്ന അവിഭക്തമായ ആത്മസമർപ്പണത്തിൻ്റെയും അടയാളമാണ്. തുടർന്ന് ഇക്കാരണങ്ങളാലാണ് മറിയം കന്യകയായിരിക്കുന്നത്. ഇക്കാരണങ്ങളാലാണ് ക്രിസ്തുവിൻ്റെ ശരീരം ഉദരത്തിൽ സംവഹിച്ചു എന്നതിനേക്കാൾ ക്രിസ്തുവിലുള്ള വിശ്വാസം ഉൾക്കൊണ്ടു എന്നതാണ് മറിയത്തെ കൂടുതൽ ധന്യയാക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ വിശ്വാസത്തിനെ കുറിച്ചുള്ള ആ വലിയ രഹസ്യം ഒന്ന് മനസ്സിലാക്കി. എന്താണ് ഈ പറയുന്നത്? ദൈവമേ, കണ്ടോ, ക്രിസ്തുവിൻ്റെ ശരീരം ഉദരത്തിൽ സംവഹിച്ചു എന്നതിനേക്കാൾ ക്രിസ്തുവിലുള്ള വിശ്വാസം ഉൾക്കൊണ്ടു എന്നതാണ് മറിയത്തെ കൂടുതൽ ധന്യയാക്കുക. കർത്താവ് ഈശോ മിശിഹ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ വിശുദ്ധ കുർബാനയിൽ നാം സ്വീകരിക്കുന്നു. എന്നിട്ട് ഇന്നലത്തെ പോലെ ഇന്നും എന്താ ഇപ്പോൾ കാരണം? എന്താ? അതാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരം ഉദരത്തിൽ സംവഹിച്ചു എന്നതിനേക്കാൾ ക്രിസ്തുവിലുള്ള വിശ്വാസം ഉൾക്കൊണ്ടു എന്നതാണ് മറിയത്തെ കൂടുതൽ ധന്യയാക്കുന്നത്. സെന്റ് അഗസ്റ്റിൻ. ഹല്ലേലൂയ. അപ്പം നമുക്ക് ദൈവം 100%, ഇപ്പോൾ മുമ്പ് പറഞ്ഞതുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാം. ദൈവം 100% നമ്മൾക്ക് നൽകിയിരിക്കുന്നു. എന്താ? നമ്മൾ പല പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്, എല്ലാ കൂദാശകളിലും കൃപാവരം നമുക്ക് ലഭിക്കുന്നു. എന്നാൽ വിശുദ്ധ കുർബാനയിൽ കൃപാവരത്തിൻ്റെ ഉറവിടം തന്നെയായ ദൈവത്തെ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിന്റെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഈശോമിശിഹായുടെ ശരീരവും രക്തവും കടകളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുന്നു. ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ കണ്ടോ. അപ്പോൾ ഈ ദിവ്യരഹസ്യങ്ങൾ നമ്മൾ സ്വീകരിച്ചെടുക്കുന്നതിലൂടെ ആ ദൈവം തന്നെ നമ്മളിൽ വന്നു. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഗർഭത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരം ആയിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക്. നമ്മൾ പരിശുദ്ധ കന്യാമറിയത്തെ പോലെ തന്നെ കൃപാവരത്തിൽ നിറഞ്ഞിരിക്കുന്നു. മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തു നമ്മളിൽ വന്നിരിക്കുന്നു. പക്ഷേ ആ ക്രിസ്തുവിൽ വിശ്വാസം എത്രത്തോളമുണ്ട് എന്ന് പറഞ്ഞാൽ, ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും ആ ക്രിസ്തുവിൽ പൂർണ്ണമായി ആ ക്രിസ്തുവിനെ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നതിലും നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് വലിയൊരു രഹസ്യമാണിത്, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്. അതാണ് നമ്മൾ ഈ വർഷം 1-ാം തീയതി എടുത്തൊരു തീരുമാനമാണ്. എന്താണത്? പൗലോസ്ലീഹായുടെ ആ വചനം ഇതാണ്, ഫിലിപ്പിയർ 3:8. ഇത് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും ശ്രേഷ്ഠമായതിനാൽ
ഞാൻ മറ്റുള്ളവയെല്ലാം ഉച്ഛിഷ്ടം പോലെ കണക്കാക്കുന്നു. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനുമായി ഒന്നാകുന്നതിനും. അങ്ങനെ നിയമത്തിലൂടെ ഉള്ള ഒരു നീതിയല്ല എനിക്കുള്ളത്, മറിച്ച് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമുള്ള നീതിയാണ് എനിക്കുള്ളത്. അത് യേശുവിൻ്റെ പുനരുത്ഥാനത്തിൽ പങ്കാളിയാകുന്നതിനും അങ്ങനെ അവൻ്റെ സഹനത്തിൽ പങ്കാളിയാവുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ക്രിസ്തുവിനുള്ള വിശ്വാസം, ക്രിസ്തു എന്നിലുണ്ട്. ക്രിസ്തു ജ്ഞാനസ്നാനത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തു എന്നിലുണ്ട്. എന്നിട്ടും എനിക്കൊരു മാറ്റം വരുന്നില്ല, എൻ്റെ മക്കൾക്കും മാറ്റം വരുന്നില്ല, എൻ്റെ ജീവിത പങ്കാളിക്കും മാറ്റം വരുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരണം. അതാണ് ഇവിടെ പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്. വളരെ ശ്രദ്ധേയമായിട്ടൊരു കാര്യമാണ്. ഞാനിതിപ്പോൾ പറയുമ്പോൾ എൻ്റെ ആത്മാവിൽ ഭയങ്കര, എനിക്ക് തന്നെ വലിയൊരു അനുതാപം ഉണ്ടാകുകയാണ്. എൻ്റെ അവസ്ഥ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ ക്രിസ്തു എന്നിൽ പൂർണ്ണമായി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഞാൻ ക്രിസ്തുവിനെ പോലെ ആകാത്തത്? ക്രിസ്തുവിൻ്റെ ശരീരം ഉദരത്തിൽ സംവഹിച്ചു എന്നതിനേക്കാൾ ക്രിസ്തുവിലുള്ള വിശ്വാസം ഉൾക്കൊണ്ടു എന്നതാണ് മറിയത്തെ കൂടുതൽ ധന്യമാക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. 148. അപ്പോൾ നമ്മൾ അങ്ങനെ ആ വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന ആ ഭാഗം നമ്മളിപ്പോൾ പൂർത്തിയാക്കി. ഇപ്പം നമ്മൾ കേട്ട 1-2 കാര്യങ്ങൾ, 2 കാര്യം ഇതാണ് നമ്മൾ കേട്ടത്. മറിയം പറഞ്ഞു, അല്ലെങ്കിൽ 3 കാര്യം. അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് മറിയം വിശ്വസിച്ചു, 1 പോയിന്റ്. പിന്നെ നമ്മൾ ഇന്നത്തെ അവസാനം പഠിച്ചത് മറിയത്തിൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? അങ്ങയുടെ വചനം എന്നിൽ അനുസരിച്ച് സംഭവിക്കട്ടെ. 3, അവൾ വിശ്വസിച്ചു. അവളുടെ വിശ്വാസമാണ്. എന്ത് വിശ്വസിച്ചു? ക്രിസ്തുവിൽ വിശ്വസിച്ചു. ആ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ക്രിസ്തുവിനെ ഗർഭത്തിൽ വഹിച്ചു എന്നതിനേക്കാൾ വലിയത് ആ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അപ്പോൾ 1, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നും, 2, നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മളെക്കുറിച്ചുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ആ പ്ലാൻ നമ്മളിൽ പൂർത്തിയാകട്ടെ എന്നുള്ള നമ്മുടെ പ്രാർത്ഥന എന്നിൽ സംഭവിക്കട്ടെ. 2, നമ്മളിൽ മറിയത്തിൻ്റെ ഗർഭത്തിൽ ക്രിസ്തു രൂപം കൊണ്ടിരിക്കുന്ന പോലെ നമ്മുടെ ആത്മാവിൽ ക്രിസ്തു 100% നമ്മളിലുണ്ട്. പക്ഷെ നമ്മൾ 100% അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ടില്ല. നമ്മൾ 100% ആ ക്രിസ്തുവിൽ വിശ്വസിക്കണം. താങ്ക് യു. പ്രൈസ് ദ ലോർഡ്.